എസ് കെ അവയവദാനം മഹാദാനം എന്ന സന്ദേശം നൽകുന്ന ഒരു നൃത്ത സംഗീത ശില്പം അതിന്റെ പുനർജീവാമൃതം ശ്രദ്ധേയമാവുകയാണ് എസ് കെ. അഭിനേത്രിയും നർത്തകിയും നേത്ര രോഗ വിദഗ്ധയുമായ ഡോക്ടർ ആര്യ AR, ഡോക്ടർ ബിമൽ വടക്കൂട്ട്, ഡോക്ടർ ജിനോ ഗോപുരാൻ എന്നിവരാണ് നൃത്തശില്പത്തിന് പിന്നിൽ. അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റുകയാണ് ഈ നൃത്തശില്പത്തിന്റെ പ്രധാന ലക്ഷ്യം. രാജവത് പഞ്ചവർഷാണി ദശവർഷാണി ദാസവത് പ്രാപ്തേതു ഷോഡശേ വർഷേ പുത്രം മിത്രവദാചരേത് പുനർജീവാമൃതം പുനർജീവാമൃതം. ആറ്റുനോറ്റു വളർത്തിയ മകൻ വലുതായപ്പോൾ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ആ അമ്മയ്ക്ക്. ചെറുപ്രായത്തിൽ ഭർത്താവിന് നഷ്ടമായി. പിന്നെ മകനായിരുന്നു എല്ലാം. കരുതലാം അമ്മയാം മണ്ണിതല്ലേ ജന്മഗേഹം. അപ്രതീക്ഷിതമായുണ്ടായ വാഹനാപകടത്തിൽ മകന് മസ്തിഷ്ക മരണം സംഭവിക്കുന്നു. മകന്റെ അവയവം ദാനം ചെയ്യാനുള്ള ഡോക്ടറുടെ അഭ്യർത്ഥന ആ അമ്മയുടെ നെഞ്ചു പൊള്ളിക്കുന്നു. ഭർത്താവ് സ്വപ്നത്തിൽ വന്ന് ഡോക്ടറുടെ അഭ്യർത്ഥന നിരസിക്കരുതെന്നു പറയുന്നു. തുടർന്ന് അമ്മ 5 പേർക്കായി മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നു. കുഞ്ഞു പൂവായി ചിരിക്കും വസന്തമേ, ഉണ്ണിയായി പിറക്കുന്ന സ്വപ്നങ്ങളെ ഒന്നു ചേരുന്ന ജീവനായി പൂവിടും. കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിലെ മുൻ കലാതിലകവും ചലച്ചിത്ര താരവും ടെലിവിഷൻ അവതാരകയുമായിരുന്ന ഡോക്ടർ ആര്യയാണ് അമ്മയായെത്തുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിൽ ഒഫ്താൽമോളജി അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ചർച്ചയെക്കാളും അല്ലെങ്കിൽ ഒരു സെമിനാറിനേക്കാളും അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിനേക്കാളും പ്രഭാഷണത്തിനേക്കാളും എല്ലാം സാധാരണ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു മ്യൂസിക്കൽ ഡാൻസ് ഡ്രാമ ഒരുക്കിയിരിക്കുന്നത്. 5 പേർക്ക് പുതിയൊരു ജീവിതം നൽകുക എന്നത് ആ അമ്മ എടുത്ത ആ ഒരൊറ്റ തീരുമാനത്തിലാണ് ബാക്കി 5 പേർക്ക് അവർക്കൊരു പുനർജീവിതം കിട്ടുന്നത്. ശരിക്കും അവയവദാനം എന്നൊരു ആ ഒരു ആശയം അത് നമ്മുടെ ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്ന ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഐഡിയയിൽ നിന്നാണ് ഈ പുനർജീവാമൃതം എന്ന ഈ മ്യൂസിക്കൽ ഡാൻസ് ഡ്രാമ ഉണ്ടായി വരുന്നത്. അത് ബേസിക്കലി അതിൻ്റെ കോൺസെപ്റ്റും ഐഡിയ എല്ലാം എൻ്റെ തന്നെ സുഹൃത്തും സഹപാഠിയുമായ ഡോക്ടർ ബിമൽ വടക്കൂട്ടും ഡോക്ടർ ജിനോ ഗോപുരാൻ ഇവർ രണ്ടുപേരുടെയാണ് ഐഡിയ. പുത്രലാഭം തുടരും പിതാവിന്നിതാന്തമാം ജീവായനം. നഷ്ടപ്രതീക്ഷകൾ വീണ്ടുമെത്തും ഭാവന മാതൃകൽപ്പനാമർത്യരൂപം. അഭിനന്ദനങ്ങൾ അറിയിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ എഴുതിയതും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് 24. നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നു അല്ലേ? ഗംഭീരമായി. ഡോക്ടർ ആര്യയുടെ മുഖത്ത് ആഷ്മി സൂക്ഷിച്ചു നോക്കിയോ? എവിടെങ്കിലും കണ്ട പരിചയമുണ്ടോ? നമ്മുടെ ഏതോ സിനിമയ്ക്ക് ഒരു വടക്കൻ വീരഗാഥയിൽ കുട്ടിയായിട്ട് അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അത് കണ്ട മനസ്സിലാവും. ഏഷ്യാനെറ്റിലെ എന്നോടൊപ്പം എഴുത്തുപെട്ടി വായിച്ചത്. ഇപ്പോൾ വലിയ ഡോക്ടറാണ്. ഇപ്പോൾ സ്ഫടികത്തിൽ തുളസിയായിട്ട് അഭിനയിച്ചു. അപ്പോൾ സിനിമയിൽ വലിയ സാധ്യത ഉണ്ടായിരുന്നു. എന്നാലും ഈ കലാതിലകമായി പോയി. അപ്പോൾ ഡോക്ടർ AR ആര്യ ആൻഡ് ബിമൽ വടക്കൂട്ട് ഇവർ രണ്ടുപേരും ചേർന്നാണ് തയ്യാറാക്കിയത്. പ്രത്യേകിച്ച് ഈ അവയവദാനത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലത്ത് വളരെ സാമൂഹിക പ്രസക്തിയുള്ളൊരു വിഷയമാണ് ഡോക്ടർ ആര്യ അവതരിപ്പിച്ചത്. മാത്രമല്ല ഈ ടെലിവിഷൻ അവതരണത്തിൽ നിന്നൊക്കെ മാറി വൈദ്യശാസ്ത്ര രംഗത്ത് പൂർണ്ണമായിട്ടും ഡോക്ടർ ആര്യ വഴി മാറിയപ്പോഴാണ് ഇങ്ങനെയുള്ള ചില പ്രകടനങ്ങളുമായിട്ട് വരുന്നത്. കീപ് ഇറ്റ് അപ്പ് അല്ലേ? കൂടുതൽ കാര്യങ്ങളുമായിട്ട് വരിക. നമ്മുടെ റോസ് ഈവനിങ്ങിനെ കാത്തിരിക്കുകയാണ് സമ്പന്നമാക്കാൻ ഇത്തരം സംഭവങ്ങൾ. വെൽ ഡൺ ഡോക്ടർ ആര്യ. താങ്ക് യു.